ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്നിവിടെ നല്ലൊരു അടിപൊളിയായ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷുഗർകാർക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായി 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി അതിലെ തൊലിയെല്ലാം എടുത്ത് നല്ലപോലെ ചെറുതായി മുറിക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് 1.5 ഗ്ലാസോളം പാല് ബോയിൽ ചെയ്യാം. അതിലേക്ക് ഞാൻ കൽക്കണ്ടമാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂണോളം കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി 1 പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കസ്റ്റേർഡ് പൗഡർ മിൽക്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാം. അതിനുശേഷം നമുക്കത് തണുപ്പിക്കാൻ വയ്ക്കാം. അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു പാനിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ആ വെള്ളം വറ്റുന്നത് വരെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 പിഞ്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൽക്കണ്ടും ഇതിലും 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. 4 ടീസ്പൂണോളം റവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം മിൽക്ക്, ബോയിൽ ചെയ്ത മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് അത് നല്ലപോലെ കട്ടിയായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ സ്വീറ്റ് എല്ലാവർക്കും കഴിക്കാം. ഷുഗർക്കാർ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അത് നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. അത് ഒരു തണുത്തതിന് ശേഷം ചെറിയ ചൂടോടുകൂടെ നമുക്കത് ബാൾസാക്കി എടുക്കാം. ഇതേപോലെ ആക്കിയതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, ആ ലിക്വിഡ് ഇതിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. പകർന്നു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഡെക്കറേഷനായിട്ട് ബദാം, പിസ്ത, ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പിസ്തയും ബദാമും കൂടി വെച്ചിട്ടാണ് അലങ്കരിച്ച് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു 1 അവർ അല്ലെങ്കിൽ ½ അവർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ കഴിക്കാൻ. ഇത് കളർഫുള്ളായ ക്യാരറ്റ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. വേറെ ഒരു കളറും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ തന്നെയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നല്ല ഹെൽത്തിയായ ഒരു സ്വീറ്റാണ്. കാരണം നമ്മൾ വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റും റവയും മിൽക്കും ഇത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുത്തതിന് ശേഷം എടുത്തിരിക്കുകയാണ്. അടിപൊളിയായ നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇത്. ക്യാരറ്റും റവയാണെന്ന് പറയുകയില്ല ഇതുണ്ടാക്കിയത്. നെയ്യും കൂടി എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.